കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ കല്യാണ വീട്ടിൽ പോണത് എപ്പോഴാണെന്നറിയൂ? അന്ന് രാത്രി നമ്മൾ പോകും കേട്ടോ. കാരണം അവിടെ ബാക്കി വന്നിട്ടുള്ള സകല ഫുഡ് എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മേമ വിളിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പാത്രമായിട്ട് വായോ, കുറേ സാധനങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും വൈകുന്നേരം അധികം കറികളൊന്നും വെക്കേണ്ടല്ലോ. ചോറുണ്ടായിരുന്നില്ല, ചോറൊന്നും ബാക്കി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. തികയാതെ വന്നിട്ട് നമ്മൾ പൊന്നീരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. അടിപൊളി സദ്യയായിരുന്നു, എല്ലാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു 9 വർഷം മുന്നേ എൻ്റെ കല്യാണത്തിനുണ്ടാക്കിയ അതേ പാചകക്കാർ തന്നെയാണ് കേട്ടോ ഈ കല്യാണത്തിനുണ്ടാക്കിയത്. അന്നേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അവരുടെ ബിരിയാണിയൊക്കെ അടിപൊളിയാണ്. ബിരിയാണി എൻ്റെ കല്യാണത്തിന് തലേ ദിവസം ബിരിയാണി ആയിരുന്നു കേട്ടോ. അതും അടിപൊളി ടേസ്റ്റാണ്. സദ്യ പറയേ വേണ്ട, അതുക്കും മേലെയാണ് കേട്ടോ. എന്താ അറിയില്ല, പ്രത്യേക ടേസ്റ്റാണ് അവരുടെ സദ്യക്ക്. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ട സാധനങ്ങൾ കൊണ്ട്. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ കല്യാണത്തിന് വന്ന കുറച്ച് അധികം പേരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കണ്ടേ. കറികളൊക്കെ പിന്നെ നമ്മൾ കല്യാണ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അത് കണ്ടിട്ട്, ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ അനിയത്തി എന്ന് പറയുമ്പോൾ എൻ്റെ മേമയുടെ മോളാണ് കേട്ടോ, അവൾക്ക് കഴിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഞാൻ വിചാരിച്ചു അവൾ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. പിന്നെ വിചാരിച്ചു ചിക്കൻ സെപ്പറേറ്റ് ഉണ്ടാക്കാമെന്ന് കേട്ടോ. പിന്നെ നമ്മൾ ഒരു സിമ്പിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കേട്ടോ. എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തിട്ട് അങ്ങനെ കുറച്ച് ഇതൊക്കെ ഇട്ടിട്ട് ഒരു സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയത്. ഇനി വരുമ്പോൾ അവൾക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പാതിരാത്രി ആയപ്പോണ്ട് ഡ്രൈവിങ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ. എൻ്റെ അനിയത്തീനെ, അവൾക്കാണെങ്കിൽ അറയെ ഓടിക്കാൻ നല്ല സ്റ്റിയറിംഗ് ബാലൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും പുറത്തേക്ക് ഇറക്കാൻ ഒരു ചെറിയ പേടി. അതെനിക്കും അങ്ങനെയായിരുന്നു കേട്ടോ. ഞാനൊരു 4 വർഷമൊന്നും ഓടിച്ചിട്ടുണ്ടായിരുന്നില്ല പേടിച്ചിട്ട്. പക്ഷെ നമ്മൾ ഡെയിലി ഇങ്ങനെ ഓടിക്കുമ്പോഴായിരിക്കും നമ്മുടെ പേടി പോവുക. അതെനിക്ക് മനസ്സിലായ കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ എവിടെ വേണമെങ്കിലും കാറും കൊണ്ടൊക്കെ പോകാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ വഴിക്ക് പോണ വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോകാറുള്ള കഫേയാണ് കേട്ടോ. അത് പാതിരാത്രി 12 മണി വരെ ഉണ്ട് കേട്ടോ. അവിടെ അങ്ങനെ ഇറങ്ങിയിട്ട് ബർഗറൊക്കെ കഴിച്ചു കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. കല്യാണത്തിന് ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. അതിൻ്റെ ഉറക്കക്ഷീണമൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ അവിടെ പോയി ബർഗറൊക്കെ കഴിച്ചു കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഉറക്കം തൂങ്ങണ പോലെ ആക്ട് ചെയ്യണുണ്ട് ഞാൻ, പക്ഷെ ഉറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ. ബർഗർ കഴിക്കണ്ടേ, ഇവിടത്തെ ബർഗർ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വേറെ എവിടെ കഴിച്ചിട്ട് എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല, പക്ഷേ ഇവിടുത്തെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതെവിടെയെന്ന് പറയുന്നത് നമ്മുടെ ചീരക്കുഴി പാലില്ലേ, പഴയന്നൂർ പോണ വഴിയിൽ, അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. നല്ലൊരു ആംബിയൻസ് ആണ്. കാരണം നല്ല തണുപ്പാണ് അവിടെ, കാരണം തൊട്ടപ്പുറത്ത് പുഴയല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ശരി, ടാറ്റ ബൈ ബൈ.